ഓരോ വ്യക്തിയും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് ഒരു ദൈവിക പദ്ധതിയിലൂടെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസം കൂടിയാണ് ക്രിസ്മസ്. കാരണം മാതാപിതാക്കളുടെ എല്ലാവിധ സ്നേഹത്തോടും കരുതലോടും കൂടി ദൈവപുത്രൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഒരു അമ്മയുടെ ഉദരത്തിലൂടെയും ഒരു അച്ഛൻ്റെ കരുതലിലൂടെയുമാണ്. അങ്ങനെ പിന്നീട് ദൈവം തൻ്റെ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചുവെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്നും അവർക്ക് കുട്ടികൾ തന്നെയാണ്. ആശീർവദിക്കാനും ഉപദേശിക്കാനും ഈ ലോകത്ത് അവരുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. സത്യം പറഞ്ഞാൽ ഭൂമിയിലെ സ്വർഗമാണ് ഓരോ വീടും. ആ സ്വർഗത്തിൽ കാത്തിരിക്കുന്ന 2 മാലാഖമാരുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ, നമ്മുടെയൊക്കെ അപ്പനും അമ്മയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചില പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ഞെട്ടുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുക അമ്മേ എന്നായിരിക്കും. കാരണം ചില പ്രതിസന്ധി ഘട്ടത്തിലും മനസ്സ് തകരുന്ന നിമിഷങ്ങളിലും മനസ്സ് തുറന്നൊന്ന് വിളിച്ചാൽ അവരുണ്ടാകുമെന്ന വിശ്വാസം മാത്രമാണ് ബാല്യം മുതലേ നമ്മളറിയാതെ ശീലിച്ചു വന്ന ആ വിളിയുടെ പിന്നിലെ ശക്തി. ഒരായുസ് മുഴുവൻ നമുക്കായി ഓടിത്തീർക്കുന്നവർ, നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവർ, എന്തിന് നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ മനസ്സ് പിടയ്ക്കുന്നവരാവരാണ്. അങ്ങനെയുള്ള മാതാപിതാക്കളെ തെരുവുകളിലും വൃദ്ധസദനങ്ങളിലുമൊക്കെ ഉപേക്ഷിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നുവെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവാറില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആവാം മക്കളെ ഒരുപാട് മിസ് ചെയ്യുന്നത് ചില മാതാപിതാക്കളുടെ കൂടെ തന്നെയാണ് ഈ ക്രിസ്മസ് എന്ന് ചിന്തിച്ചത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവർക്കെന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന ചിന്ത എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്ത് പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണിത്. സിയോൺ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണിത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും ആനന്ദമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. സങ്കീർത്തനങ്ങൾ 133 1 വാക്യം. സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. യെസ്, ഹാപ്പിനെസ്. The greatest gift is happiness. Let's make them happy in these eves of blessings and love. Merry Christmas!
ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാളിന്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ ഞങ്ങളുടെ എല്ലാ അമ്മമാർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ക്രിസ്തുമസ് നമ്മുടെ ഏകജാതനായ യേശു ക്രിസ്തുവിന്റെ പിറവി തിരുനാളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? മണ്ണിലലയുന്ന മനുഷ്യനെ വിണ്ണിലേക്ക് ഉയർത്താൻ ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്ന ദിവസം. നമ്മുടെ വേദനകളില്, വിഷമങ്ങളില്, പാപാവസ്ഥകളില്, തകർച്ചകളില് രക്ഷയുടെ കരം നീട്ടി നമ്മളെ താങ്ങുന്നവനല്ലേ നമ്മുടെ ദൈവം? ആണോ? ഈ ലോകത്തിന് മുഴുവൻ രക്ഷകനായ യേശുക്രിസ്തു ജനിച്ചത് ഒരു മണിമാളികയിലോ രാജകൊട്ടാരത്തിലോ ആയിരുന്നില്ല. ദൈവപുത്രനായ യേശുക്രിസ്തു പിറന്നത് വിജനമായ സ്ഥലത്തെ കാലിത്തൊഴുത്തിലായിരുന്നു. ദൈവപുത്രൻ ജനിച്ചു എന്ന ആദ്യ സന്ദേശം മാലാഖമാർ പകർന്നു കൊടുത്തത് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്ന ചില ആട്ടിടയന്മാർക്കായിരുന്നു. ഏത് താഴ്ന്ന അവസ്ഥയിൽ നാം ആയിരുന്നാലും അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മെ കരുതുവാനും സ്നേഹിക്കുവാനും മനസ്സുള്ളവനാണ് നമ്മുടെ യേശു ക്രിസ്തു എന്ന വലിയ സന്ദേശം കൂടിയാണ് ക്രിസ്തുമസ്. നമ്മുടെ എല്ലാ ഓർമ്മയില് വ്യത്യസ്തമായ ക്രിസ്മസ് അനുഭവങ്ങളാണ്. പണ്ട് കാലത്തെ ക്രിസ്മസ് അനുഭവം ഓർത്തെടുത്താൽ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത്തരത്തിൽ ക്രിസ്മസ് അനുഭവം കൂടി ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. വ്യത്യസ്തമായ സ്വന്തം ബാല്യത്തെ ക്രിസ്മസ് അനുഭവം പങ്കുവെക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ക്രിസ്മസിൻ്റെ ബാല്യകാല സ്മരണകൾ ആർക്കാണ് മറക്കാൻ സാധിക്കുക? അപ്പനും അമ്മയും സഹോദരങ്ങളുമൊത്ത് ഒന്നിച്ച് ജീവിക്കുന്ന കാലം. ക്രിസ്മസ് വരുമ്പോൾ ഡിസംബർ 1 മുതലേ മമ്മി പറഞ്ഞു തരും ഇന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് നമ്മുടെ നിത്യാരാധന പുസ്തകത്തിൽ നിന്ന് ഈശോയുടെ പിറവി തിരുനാളിനായത്തെ ജപം, അങ്ങനെ 40 നന്മറിഞ്ഞും വീതം ക്രിസ്മസിനും 1000 നന്മറിഞ്ഞ ചൊല്ലി കുഞ്ഞുണ്ണീശോയ്ക്ക് ഒരു സ്വർണ്ണ കിരീടമായിട്ട് നമ്മൾ കാഴ്ചവെക്കുന്ന സമയങ്ങൾ. അതുപോലെ തന്നെ കുളിരാൽ വരയ്ക്കുന്ന കുഞ്ഞുണ്ണീശയെ അങ്ങനെ ഞാൻ മുത്തുന്നു എന്ന് 1000 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചു കുഞ്ഞുണ്ണീശോയ്ക്ക് ദിവസം 40 പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും 20 കാഴ്ചവെക്കുന്ന ദിവസങ്ങൾ. അതുപോലെ തന്നെ അപ്പൻ എല്ലാവർക്കും പുതിയ വസ്ത്രങ്ങൾ മേടിച്ചു തരികയും നല്ലൊരു ചേച്ചി അതെല്ലാം തയ്ച്ച് നമ്മൾ അപ്പനും അമ്മയും ഒത്തൊരുമിച്ച് പാതിര ക്രിസ്മസ് കുർബാനയ്ക്ക് പോകുന്ന സമയം ആർക്കാണ് മറക്കാൻ കഴിയുക? അതുപോലെ തന്നെ അമ്മ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നു. ഓവൻ ഇല്ലാഞ്ഞ കാലത്ത് പോലും അമ്മ പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നു. നമ്മൾ കൊല്ലം രൂപതയിലൊക്കെ ക്രിസ്മസ് വൈൻ തയ്യാറാക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്മസ് പുൽക്കൂട് നമ്മൾ എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് സഹകരിച്ച് ചെയ്യുന്നു. പള്ളിയിൽ നിന്ന് ക്രിസ്മസ് കരോൾ വരുന്നു, ക്രിസ്മസ് പപ്പായും ക്രിസ്മസ് ഗാനങ്ങളുമായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് സ്റ്റാർ ഇടുന്നു. ഒത്തൊരുമിച്ച് പാതിര ക്രിസ്മസ് കുർബാനയ്ക്ക് പോയി തിരിച്ചു വന്ന ശേഷം നമ്മൾ ക്രിസ്മസ് കേക്ക് മുറിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് പങ്കിട്ട് കഴിക്കുന്നു. ഉണ്ണീശോയുടെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഈ SNDS അമ്മമാരോടൊത്താണ്. മധുരും സിസ്റ്റേഴ്സും ഒക്കെ ഞങ്ങളിലേക്കാളും മിക്കവരും പ്രായം കുറഞ്ഞവരാണ്. എങ്കിലും ഞങ്ങളുടെ അമ്മമാരെ പോലാണ് ഞങ്ങൾ കരുതുന്നതും അമ്മമാർ ഞങ്ങളെ കരുതുന്നതും, മക്കളെന്ന നിലയിൽ ഞങ്ങളെ കരുതുന്നതും. വീട്ടിൽ നമുക്ക് രക്തബന്ധങ്ങളാണെങ്കിൽ ഇവിടെ വലിയ സ്നേഹബന്ധങ്ങളാണ്. സ്നേഹത്തിൻ്റെ വലിയ ഊഷ്മളത നമുക്ക് പങ്കിടാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുടുംബാന്തരീക്ഷത്തിൽ അംഗങ്ങൾ കുറയുള്ള കാലയളവിൽ നമ്മൾ ദിവസങ്ങൾ പോകുന്നതറിയാതെയാണ് ഇത്രയും അമ്മമാരുടെ തണലിൽ ഞങ്ങൾ ഓരോരുത്തരും സ്നേഹം പങ്കിട്ട് ചിലവഴിക്കുന്നത്. കഴുകൻ തൻ്റെ കുഞ്ഞിനെ ഉയർത്തുമ്പോഴും താഴേക്ക് കുടഞ്ഞിടുമ്പോൾ വീണ്ടും കഴുകൻ വന്ന് ചിറകിൽ അതിനെ ഏറ്റി പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ കുടുംബങ്ങളിൽ നിന്ന് ഏതെങ്കിലും സാഹചര്യങ്ങളാൽ ഒറ്റപ്പെട്ടവരെല്ലാം ഒറ്റക്കെട്ടായി മാറി നിൽക്കുന്ന ഈ സ്ഥലത്തിൽ അമ്മമാരാണ് ഞങ്ങളെ വീണ്ടും താങ്ങി
നല്ല സ്നേഹ അന്തരീക്ഷത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അമ്മമാർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ക്രിസ്മസ് അനുഭവങ്ങൾ മാത്രമല്ല, കുറെ ജീവിതാനുഭവങ്ങളും അതിലെ യാതനകളും ഒക്കെയായി മൗനം ഹൃദയത്തിലേറ്റിയ ചില അമ്മമാരുണ്ട് ഇവിടെ. ഞങ്ങൾ ഈ അമ്മച്ചിനെ വിളിക്കുക പുഷ്പ, പുഷ്പമ്മ, പുഷ്പേ അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങൾ അഭിസംബോധന ചെയ്യാറ്. യഥാർത്ഥത്തിൽ അമ്മച്ചിയുടെ പേര് പുഷ്പാവതി എന്നാണ്. അമ്മച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായിട്ട് വിധവയായിട്ട് കഴിയുകയാണ്. അങ്ങനെ 2 വർഷം മുന്നേ പ്രളയം ഉണ്ടായ സമയത്ത് വീടൊക്കെ കേടുപാട് വന്നു. മകന് ജോലിക്ക് പോണത് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാലിന് തളർന്നു കഴിഞ്ഞപ്പോൾ മരുമോൾ ഇവിടെ വന്ന് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു വീട് പണിയാണ്, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഇവിടെ നിർത്തുമോ എന്ന് ചോദിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ആലോചിച്ച് വിചാരിച്ചു കുറച്ച് നാളത്തേക്ക് ഒരു സഹായത്തിനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആളേനെ എടുത്തു. വേറെ ബാക്കിയുള്ള കാര്യങ്ങളോ പേപ്പർ വർക്കോ ഒന്നും അന്വേഷിച്ചില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ കൊണ്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് വന്ന അന്ന് തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല. പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞ് മരുമോള് പോയി. പിന്നെ ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു അഡ്രസ്സും ഇല്ല. ഫോൺ വിളിച്ച് എടുക്കില്ല. നമുക്ക് തന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ എടുക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ ആള് വീട്ടിൽ നിന്ന് വന്നതിൻ്റെ കാരണം ഒത്തിരി പ്രതീക്ഷയോട് കൂടിയാണ് വന്നത്. കാരണം വീട് പണിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുമോൾക്ക് അതുപോലെ മോന് വയ്യാണ്ട് കിടക്കുന്നതുകൊണ്ട് ഞാനൊരു ഭാരമാവില്ലല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞ് വീട് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂടെ ആ വാർദ്ധക്യകാലം പഴങ്കഥകളൊക്കെ പറഞ്ഞ് ജീവിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ആളിവിടെ വന്ന് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. വരാതിരുമ്പോൾ ഓരോ മണിയടിക്കുമ്പോഴൊക്കെ ആളിങ്ങനെ നോക്കും, എൻ്റെ പേരക്കുട്ടിയാണോ എൻ്റെ മോളാണോ വന്നതെന്നൊക്കെ ആൾ അന്വേഷിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ മോളും പേരക്കുട്ടിയൊന്നും അല്ലാണ്ടാകുമ്പോൾ ആൾക്കൊരു മ്ലാനത മുഖത്തുണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് സ്കൂൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവരുടെ ഡാൻസും കളിയൊക്കെ കണ്ടു കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോൾ ആൾ ഭയങ്കര മ്ലാനത, ആളിരുന്നിട്ട് കരയും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ പേരക്കുട്ടീനെ ഓർത്തിട്ട് ഞങ്ങൾ കരഞ്ഞതാന്ന് പറയും. അപ്പോൾ ആൾക്ക് അത്രയും അവരോടൊരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു, അവരുടെ വീട്ടുകാരോടും പേരക്കുട്ടികളോടും. പേരക്കുട്ടി എന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു. ഒരു സ്നേഹത്തിൽ ജീവിച്ച ഒരു നല്ലൊരു കുടുംബത്തിലായിരുന്നു. ദാരിദ്ര്യം ഉണ്ടായിരുന്നുവെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് മക്കളും കരയരുത് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇങ്ങനെ പേരക്കുട്ടികളെ കാണാണ്ട് വന്നപ്പോൾ ആ വിഷമവും വേദനകളൊക്കെ നമ്മൾക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻറ്റിമസി ആളോട് ഇങ്ങനെ തോന്നി. ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എന്തിയ പുഷ്പമ്മേ എന്തിനാ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ എന്ന് പറയും. അപ്പോഴും അവർ വരില്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആൾക്ക്. പിന്നെ അവസാനമായപ്പോൾ ആൾ പറയും, എന്നെ ആരും വരണില്ല, എനിക്ക് ഇതാണ് ഇവിടെ, എനിക്കിവിടെ അമ്മമാരുണ്ടല്ലോ, എനിക്കൊന്നിനും കുറവില്ല. അങ്ങനെയല്ലേ പറയാറ്? എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല, ഒന്നിനും കുറവില്ല, എനിക്കിവിടെ അമ്മമാരുണ്ട്, എനിക്ക് നേരാൻ നേരത്തിന് ഭക്ഷണം തരുന്നുണ്ട്. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കായാലും ആൾക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. പള്ളിയിൽ വന്ന് ആളുടെ വിശ്വാസം ഹൈന്ദവ വിശ്വാസമായിരുന്നെങ്കിലും ഇവിടെ വന്നാലും ഗീവർസി പുണ്യാളിനോട് ഭയങ്കര സ്നേഹമായിരുന്നു ആൾക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് കണ്ണിന് ഇച്ചിരി കാഴ്ച കുറവുണ്ട്. ആളുടെ വീട് പടിയൂരാണ്, പാടത്തിൻ്റെ സൈഡിലായിരുന്നു വീട്. അപ്പോൾ അവിടെ ഇഴജന്തുക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഇഴജന്തുക്കൾ വന്ന ആൾ ഉപദ്രവിച്ചും കടിച്ചിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആൾ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടാകുമ്പോൾ കോഴിയുടെ മുട്ട കൊണ്ടുവന്ന് പുണ്യാളുടെ അടുത്തേക്ക് നേർച്ചിടാൻ അടുത്ത വീട്ടുകളിൽ പോയിട്ട് ചോദിക്കും, എനിക്കൊരു കൊന്ത തരുമോ. അവർ പ്രാർത്ഥന ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് ചെന്നിരുന്ന് മുട്ടുകുത്തിയിട്ട് കൊന്ത ചോദിക്കും. അതുപോലെ തന്നെ മെഴുതിരി കത്തിച്ച് വയ്ക്കാൻ. അങ്ങനെ ദൈവത്തിനോടും ഭയങ്കര ഭക്തി വിശ്വാസമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് വന്ന് ചോദിക്കും, ഞങ്ങളിപ്പോൾ ഇനി വീട്ടിലേക്ക് പോകണോ, വീട്ടിലെ കാണാം. അപ്പോൾ പറയും, എനിക്കിനി എവിടേക്കും പോകണ്ട, ആരോടും കാണണ്ട, എനിക്കിവിടെ അമ്മമാരുണ്ട്. ഇപ്പോൾ ആൾക്ക് പൊതുവെ അന്നുണ്ടായിരുന്ന ആ ഫീലിങ്സൊക്കെ മാറി. ഇപ്പോൾ ആൾക്ക് നല്ലൊരു സന്തോഷമാണ്, ഹാപ്പിയാണ്. ഒരു ദുഃഖം ആളുടെ ഉള്ളിൽ അവരെ കാണണില്ല എന്നുണ്ടെങ്കിലും ആൾക്ക് പൊതുവെ ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ അവർ പണിക്ക് പോയി ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ, ഇവിടെ ആവുമ്പോൾ എനിക്ക് ഇവരൊക്കെ കൂട്ടുണ്ട്, അമ്മമാരുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ആൾക്കുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഇവിടെ തന്നെയല്ലേ കരുണാലയല്ലേ നമ്മുടെ വീട്? ഇവിടെ ആരൊക്കെ എല്ലാ അമ്മമാരോടും സന്തോഷമല്ലേ ആൾക്ക്? എല്ലാവരോടും വിളിക്കും, എല്ലാവരായാലും ആള് വിളിക്കും, പുഷ്പമ്മേ, പുഷ്പവതി, ഇങ്ങനെയാണ് എല്ലാവരും വിളിക്കാറ് ആളെന്നെ. ആൾക്കും സന്തോഷം. അതാ വിളിക്കുന്ന സമയത്ത് ആൾക്കൊരു പ്രത്യേക ചിരിയുണ്ട് ഇല്ലേ? പുഷ്പമ്മേ എന്ന് വിളിക്കുന്നിടത്തൊരു സന്തോഷമില്ലേ? ക്രിസ്മസിന് ഉണ്ണിനെ കാത്തിരിക്കണ പോലെ ആയിരുന്നു ആളുടെ പേരക്കുട്ടികളെ കാത്തിരുന്നോണ്ടിരുന്നത്. പിന്നെ ഒരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞേ അവർക്ക്. ഹാപ്പി ക്രിസ്മസ്. ആ
പാട്ടുപാടി ഉറക്കേടി മാഷേ, ഒന്ന് ഉറക്കി തന്നേ അമ്മണീനെ. അമ്മണീനെ ഉറക്കേടി, അമ്മണീനെ ഉറക്കേടി. ഏലൂട്ടിയെ, ഞങ്ങളുടെ ഏലൂട്ടിയാണ് ഇവിടുത്തെ വിളക്ക്. ശരിക്കും പറഞ്ഞ ഏലൂട്ടി ഈ അനിയത്തീനെ ആട്ടി ഉറക്കി ഉണ്ടൂര് എന്ന് പറഞ്ഞ് ഉറക്കുമ്പോൾ ഈ ഭവനം മുഴുവൻ ഒരു ആലവാരവും ഒരു ഉന്മേഷം ഉണ്ടാവും. ഏലുകുട്ടിയുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് കയറി ചെന്നപ്പോൾ ആ വീട്ടിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. സിസ്റ്റേഴ്സ് വിചാരിച്ചു ഇങ്ങനെയും ഈ ലോകത്തിലെ ഒരു കുടുംബത്തിലെ അവസ്ഥ ഉണ്ടോ എന്നവർ ചിന്തിച്ചു പോയി. ഒരു അപ്പനും 5 മക്കളും, ഒരാൾ മാത്രമേ ഒരു നോർമലായിട്ട് ഉള്ളൂ. അമ്മ മരിച്ചു. ഒരപ്പനെ സംബന്ധിച്ച് ഈ മക്കളുടെ ഈ സ്ത്രീകളുടെ കാര്യം നോക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നോക്കിയപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കും തോന്നി. അങ്ങനെ ഇവർ 3 പേരെയും ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇവരെ കൊണ്ടുവരികയായിരുന്നു. 3 പേരും ഉണ്ടായിരുന്നതിൽ 2 പേര് മരിച്ചു. ഈ പാവക്കുട്ടി എന്ന് പറയുന്നത് അവൻ്റെ അനിയത്തിമാരിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഈ പാവയില്ലെങ്കിൽ ആളുടെ ജീവിതം ഇല്ല എന്നുള്ള പോലെയാണ്. അനിയത്തിമാരാണ് ഈ പാവ എന്നാണ് ആളുടെ ഒരു സങ്കല്പം. ആൾ ഉറങ്ങണേനേക്കാൾ മുന്നേ അനിയത്തിനെ ഉറക്കിയിട്ടാണ് ആള് ഉറങ്ങാറുള്ളൂ. അനിയത്തിക്ക് കൊടുത്തോ എന്ന് ഭക്ഷണം കൊടുത്തോടി, അമ്മണിക്ക് ഭക്ഷണം കൊടുത്തോടി, അമ്മണിക്ക് ഭക്ഷണം കൊടുത്തോടി, എന്നിട്ട് എനിക്ക് മതി എന്ന് പറയും. അങ്ങനെ ഈ പാവയ്ക്ക് കൊടുത്തതിന് ശേഷമേ ആള് ഭക്ഷണം കഴിക്കാറുള്ളൂ. അങ്ങനെ ഇപ്പോഴും ആ ഒരു സ്നേഹബന്ധം, സഹോദരങ്ങളുള്ള സ്നേഹം വളരെ അകലെയല്ല, അടുത്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഏലുക്കുട്ടി മാത്രം എന്നും ഞങ്ങൾക്ക് സ്വന്തമാകുവാൻ വേണ്ടി ഏലുക്കുട്ടി ഞങ്ങളോടൊപ്പം ഇപ്പോഴും ഉണ്ട്. അല്ലേ ഏലുക്കുട്ടിയെ? ഭർത്താവും 2 മക്കളും മരിച്ച് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നപ്പോഴാണ് അനാഥയായിട്ടുള്ള ഈ മകളെ സനാഥയാക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥാപനത്തിലേക്ക് നാട്ടുകാരായ മക്കൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ മുത്താണ് ഈ രത്നവല്ലി. 2 വർഷമായി നമ്മൾ ഈ ഭവനത്തിലേക്ക് വന്നിട്ട്. അതിനുശേഷമാണ് അറിയുന്നത് രത്നവല്ലി എന്ന ഈ മകള് കുടുംബജീവിതം നയിച്ചിരുന്നുവെന്നും ഭർത്താവുണ്ടായിരുന്നു. ഭർത്താവും 2 മക്കളുണ്ട്. ഭർത്താവ് മരിച്ചതിന് ശേഷം ലോട്ടറിയൊക്കെ വിറ്റാണ് ഈ 2 മക്കളെയും ഈ മകള് കുടുംബം പുലർത്തിക്കൊണ്ട് വന്നത്. അവസാനം മോള് മരിച്ചു, മോൻ ആത്മഹത്യ ചെയ്തു. ഇവർക്ക് 2 സുബോധം ഉണ്ടായതില്ല. ഇവൾ തന്നെയാണ് അധ്വാനിച്ച് ഈ കിട്ടുന്ന പൈസയും കൊണ്ടാണ് ജീവിച്ചിരുന്നത്. എപ്പോഴും ടാറ്റ പറയുന്ന സ്വഭാവമാണ്. ഭയങ്കര സ്നേഹമാണ്, അടുപ്പമാണ് എല്ലാവരോടും. ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെയല്ല, മറ്റു പല സ്ഥലങ്ങളിലും വളരെയധികം വൃദ്ധരായ മാതാപിതാക്കൾ ഒരുപാട് വേദനയോടെയാണ് പല സ്ഥാപനങ്ങളിലും നിൽക്കുന്നത്. ചാരം മൂടിക്കിടക്കുന്ന കനല് പോലെയാണ് അവരുടെ ഹൃദയം. പുറമേ പുഞ്ചിരിച്ചോ സംസാരിച്ചോ കഴിഞ്ഞു പോയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചിക്കിച്ചികഞ്ഞ് നോക്കുമ്പോൾ നൊമ്പരങ്ങളുടെ ഒരുപാട് കഥയാണ് അവർക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാകുന്നത്. നമ്മൾ ഒരു കുട്ടിയായിരുന്നപ്പോൾ മാതാപിതാക്കളെ എത്ര ആവശ്യമുണ്ടായിരുന്നുവോ അതുപോലെ തന്നെ വാർദ്ധക്യകാലത്ത് അവർക്ക് നമ്മളെ ആവശ്യമുണ്ടെന്ന കാര്യം മറന്നു പോകുകയാണ് പലരും. എത്രയൊക്കെ മറന്നാലും വെറുത്താലും ഈ കരുണാലയത്തിലെ അമ്മമാര് മനസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആഗ്രഹിച്ചതെല്ലാം തരാതെ ദൈവം ഇങ്ങനെ പരീക്ഷിച്ചപ്പോൾ തന്നതിൽ അത്യധികം സന്തോഷിച്ച് ഈ കരുണാലയത്തിലെ അമ്മമാർ ഇവിടെ ആനന്ദം കണ്ടെത്തി. പൊന്നും കൂടത്തിനോ പൊട്ടുവേണോ, പൊന്നുണ്ണി ദേവനു പട്ടുവേണോ, പട്ടില്ല താരാട്ടു പാട്ടില്ലല്ലോ, കൊട്ടാരം കാലി തൊഴുത്തിയല്ലോ, രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ. പാടും ഗീതം കേൾക്കും രാവിൽ മാനവരൊന്നായി വാഴ്ത്തിപ്പാടാം നാഥന സ്തുതിഗീതം. ഹാപ്പി ക്രിസ്മസ്.
കണ്ടു ദൂരെയെന്നു വിണ്ണിൽ മിന്നും ഒരു താരം അങ്ങുവാനിൽ. കേട്ടോ കാതിൽ വിണ്ണിൽ നിന്നും വാനദൂതർ പാടും. 2 മീനും 5 അപ്പോ 5000 പേർക്ക് പങ്കുവച്ചു. ഏറ്റുപാടി സ്നേഹഗീതം നീലരാവിൽ. ഉണ്ണീശു പിറന്നൊരേ ശാന്തരാത്രിയിൽ. കണ്ടു ദൂരെയെന്നു വിണ്ണിൽ മിന്നും ഒരു താരം അങ്ങുവാനിൽ. ഷാനായിന് കല്യാണം. താരം നോക്കി ഇടയരും ഒന്നായി ചേർന്നു പോയി ബേത്ലഹേമിൽ. തേനൂറും പുഞ്ചിരി കാണാൻ ഉണ്ണിയെ കണ്ടു വണങ്ങാൻ പോയി ബേത്ലഹേമിൽ. എന്റെ പാപം പോക്കാൻ നീതിമാർഗം കാട്ടാൻ വന്നു പിറന്നിതാ രാവിതിൽ. തൂവിടും രാത്രിയിൽ. കണ്ടു ദൂരെയൊന്നു വിണ്ണിൽ മിന്നും ഒരു താരം അങ്ങുവാനിൽ. സക്കേവസിന്റെ ഉപമ. താരാഗണങ്ങൾ വാഴ്ത്തും മിന്നിന്റെ രാജകുമാരമീട്ടാം കിന്നരനാദം. ഉണ്ണീശു പിറന്നൊരേ ശാന്തരാത്രിയിൽ. മിന്നും ഒരു താരം. യെസ്, ഹാപ്പിനെസ്. മക്കളായ നമ്മൾ ഓരോരുത്തരുടെയും കുറവ് നോക്കിയല്ല നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നോക്കിയതും വളർത്തിയതും. അവരുടെ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ജീവിച്ചവരാണ് അവർ. അവർ ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം അവരെ സ്നേഹിക്കാൻ മടിക്കരുത്. ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ മാതാപിതാക്കളെ പോലെയാണ്. അത് ചിലപ്പോ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം തന്നു വരില്ല. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ അവർ നൽകിയതെല്ലാമായിരുന്നു നമുക്ക് ഏറ്റവും ഉചിതമെന്ന് നാം മനസ്സിലാക്കും. ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ചില പിടിവാശിയൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പറയും, പിള്ളേരല്ലേ, പ്രായത്തിൻ്റെ അല്ലേ എന്നൊക്കെ. പക്ഷേ അവരൊരിക്കലും നമ്മളെ ഒറ്റപ്പെടുത്തണം എന്ന് ചിന്തിച്ചിട്ടില്ല. അതുപോലെ പ്രായമാകുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾക്കും ചെറിയ പിടിവാശിയൊക്കെ ഉണ്ടാവും. അതും പ്രായത്തിൻ്റെ ആണെന്ന് തിരിച്ചറിവ് മാത്രം മതി ഇടറാതെ അവരെ ചേർത്ത് നിർത്താൻ. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ലോകത്തിന് മുമ്പിൽ നമ്മളൊരു വ്യക്തി മാത്രമാണ്, ഒരു സാധാ മനുഷ്യൻ. പക്ഷേ നമ്മൾ എന്ന വ്യക്തിയിൽ മാത്രം ഈ ലോകത്തെ കാണുന്ന 2 പേരുണ്ട്. നമ്മുടെയൊക്കെ അപ്പനും അമ്മയും
അവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുത് ഒരു സന്തോഷവും. മലർ മഞ്ഞ